സ്വയം ഇല്ലാതാകുന്ന ഓൺലൈൻ ഗെയിമിനടിമകളായ മക്കൾ, മനമുരുകി മാതാപിതാക്കൾ. കുട്ടികളിൽ മയക്കുമരുന്നുകളുടെ അഡിക്ഷനാണോ ഓൺലൈൻ അഡിക്ഷനാണോ ഏറ്റവും അപകടകരം എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം, രണ്ടും ഒരുപോലെ അപകടകരമാണ് എന്ന്. എന്നാൽ മരണനിരക്ക് നോക്കിയാൽ മയക്കുമരുന്ന് ഉപയോഗിച്ചുണ്ടാകുന്ന മരണങ്ങളെക്കാൾ വളരെ കൂടുതൽ ഓൺലൈൻ അഡിക്ഷൻ മൂലം ഉണ്ടായ മരണങ്ങളാണ് എന്ന് പറയേണ്ടി വരും. ചെറിയൊരു കണക്ക് പറയാം. ഇത് സംസ്ഥാന മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുള്ള കണക്കുകളാണ്. 2.5 വർഷത്തിനിടയിൽ, അതായത് 2019-നും 2022-നും ഇടയിൽ സംസ്ഥാനത്ത് ഡിജിറ്റൽ അഡിക്ഷൻ മൂലം, അതായത് ഓൺലൈൻ ഗെയിംസ് അഡിക്ഷൻ മൂലം ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ എണ്ണം 25 ആണ്. കഴിഞ്ഞ 3 വർഷത്തെ കണക്കുകൾ കൂടി ചേർത്താൽ അത് 60-ന് മുകളിൽ വരും. മയക്കുമരുന്ന് ഉപയോഗത്തെ തുടർന്ന് മരിച്ച ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കണക്കുകൾ ലഭ്യമല്ല. ഉണ്ടെങ്കിൽ തന്നെ ഇതിലും വളരെ കുറവായിരിക്കും. ഇന്ന് ഏത് വീടുകളെടുത്താലും മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ആദി എന്ന് പറയുന്നത് ഡിജിറ്റൽ അഡിക്ഷൻ ബാധിച്ച കുട്ടികളാണ്. പകലന്തിയോളം പണിയെടുത്തുമടുത്ത് മാതാപിതാക്കൾ തളർന്നുറങ്ങുമ്പോൾ മക്കൾ ഓൺലൈനിൽ കളിച്ചു തകർക്കുകയായിരിക്കും. 8-10 മണിക്കൂറുകൾ ഒരേ ഇരിപ്പിൽ, ഊണും ഉറക്കവുമില്ലാതെ ഇരുന്ന ഇരിപ്പിൽ ഒരേ കളി. തുടക്കത്തിൽ ആരും അതത്ര ഗൗനിക്കാറില്ല. പഠനത്തിൽ പിന്നോക്കം പോവുകയും ഒരു കാര്യത്തിലും കുട്ടികൾക്ക് താല്പര്യമില്ലാതാകുകയും കളിക്കുവാൻ സമ്മതിച്ചില്ലെങ്കിൽ വയലന്റ് ആകുകയും ഒടുക്കം ജീവനൊടുക്കുകയും അക്കൗണ്ടിൽ നിന്നും പണം പോയി തുടങ്ങുകയും ചെയ്യുമ്പോഴൊക്കെ മാത്രമാണ് മാതാപിതാക്കൾ ഇത് മനസ്സിലാക്കി തുടങ്ങുന്നത്. അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ടാകും. പലപ്പോഴും ഈ ഡിജിറ്റൽ അഡിക്ഷൻ എത്രത്തോളം അപകടകരമാണ് എന്ന് ആരും തിരിച്ചറിയുന്നില്ല. കുട്ടികളെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇമോഷണലി ഇൻസുലേറ്റഡ് ആയ കുട്ടികൾ, മുഖത്ത് യാതൊരു വൈകാരിക ഭാവങ്ങളുമില്ല, ചത്ത മീനിന്റെ കണ്ണുപോലെയുള്ള കണ്ണുകൾ. ചില കുട്ടികൾ വാതിലടച്ച് ഓൺലൈൻ കളി തുടങ്ങിയാൽ കതവ് ചവിട്ടിപ്പൊളിച്ചാൽ പോലും തുറക്കുവാൻ അവർ തയ്യാറാകില്ല. ഫയർ ഫെയറി, ബ്ലൂ വെയിൽ, സിരമൺ ചലഞ്ച് തുടങ്ങിയ ഓൺലൈൻ ഗെയിമുകളാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ജീവൻ എടുത്തിട്ടുള്ളത്. കുട്ടികളുടെ ജീവൻ വെച്ചിട്ടുള്ള ഒരു ചൂതാട്ടമാണ് ഈ ഓൺലൈൻ ഗെയിമുകൾ. അതുപോലെ വിൻസു, ലുഡോ, സൂപ്പി തുടങ്ങിയ ഓൺലൈൻ റമ്മികളിലൂടെ പണം നഷ്ടപ്പെടുമ്പോഴും പലരും ജീവനൊടുക്കുന്നു. അക്കൗണ്ടിൽ നിന്നും ചെറിയ എമൗണ്ടുകൾ പോകുമ്പോൾ പലപ്പോഴും മാതാപിതാക്കൾ അതറിയാറില്ല. എന്നാൽ വലിയ എമൗണ്ടുകൾ അക്കൗണ്ടിൽ നിന്നും പോകുമ്പോൾ മാത്രമാണ്, കൊടുത്ത ചെക്കുകൾ മടങ്ങുമ്പോൾ മാത്രമാണ് മാതാപിതാക്കൾ പലപ്പോഴും ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. ഹൗസിംഗ് ലോൺ അടക്കമുള്ള ലോണുകൾ കുടിശ്ശികയായി എന്ന് ബാങ്കിൽ നിന്നും അറിയിപ്പ് വന്നപ്പോൾ മാത്രമാണ് തിരുവനന്തപുരത്തുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മകന്റെ ഓൺലൈൻ ഗെയിം കളിയെക്കുറിച്ച് അറിഞ്ഞത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ 1 മാസത്തിനുള്ളിൽ കളിച്ചു കളഞ്ഞത് 1 ലക്ഷത്തിനടുത്തുള്ള രൂപയാണ്. കോവിഡ് മഹാമാരിയെ തുടർന്ന് പഠനം ഓൺലൈൻ ആക്കിയപ്പോൾ മുതലാണ് കുട്ടികളിൽ ഡിജിറ്റൽ അഡിക്ഷൻ വർദ്ധിച്ചു തുടങ്ങിയത്. മണിക്കൂറുകൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ സമയം ചെലവഴിക്കുന്ന കുട്ടികളിൽ ഡിപ്രഷൻ, ആങ്സൈറ്റി, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡേഴ്സ് അഥവാ ADHD ആൻഡ് ഡിസ്ലെക്സിയ തുടങ്ങിയ പ്രശ്നങ്ങൾ കണ്ടുവരുന്നതായും ചിലപ്പോൾ കടുത്ത ഡിപ്രഷൻ അവരെ ആത്മഹത്യകളിലേക്കും തള്ളിവിടുന്നു എന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രി മേധാവി ഡോക്ടർ വർഗീസ് പി പുന്നൂസ് പറയുന്നു. ഡോക്ടർ വർഗീസിന്റെ അഭിപ്രായത്തിൽ യാതൊരു കാരണവശാലും 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഡിജിറ്റൽ ഡിവൈസുകൾ കളിക്കുവാൻ നൽകാൻ പാടില്ല. അതുപോലെ 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുത്താൽ തന്നെ മാതാപിതാക്കളുടെ മേൽനോട്ടത്തിൽ ആയിരിക്കണം. കുട്ടികൾ കുറ്റവാളികളാകുന്ന പല കേസുകളിലും അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് ചില കില്ലർ ഗെയിംസുകളാണ്. ശത്രുക്കളെ വെട്ടിയും കുത്തിയും വെടിവെച്ചും കൊന്നുതള്ളുന്ന ഇത്തരം ഗെയിമുകൾ അവരുടെ മാനസിക നില തന്നെ തകർത്ത് കളയും. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് കേരള പോലീസ് DDAD അഥവാ ഡിജിറ്റൽ ഡി അഡിക്ഷൻ എന്നൊരു പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചത്. ഇന്റർനെറ്റിനും ഓൺലൈൻ ഗെയിമുകൾക്കും അടിമപ്പെട്ട കുട്ടികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കേരള പോലീസ് ഈ പദ്ധതി തയ്യാറാക്കി സമർപ്പിച്ചത്. ഇത്തരം DDAD സെന്ററുകൾ തിരുവനന്തപുരം, കൊച്ചി, തൃശൂർ, കണ്ണൂർ റേഞ്ചുകളിൽ ആരംഭിക്കുവാനായിരുന്നു പദ്ധതി. എന്നാൽ ഒരൊറ്റ സെന്ററുകൾ പോലും ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നതാണ് വിവരം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമകളായി മരണത്തെ പുൽകുന്നത് കാണുമ്പോൾ നോക്കുകുത്തിയായി നിൽക്കുകയാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ. എന്നാൽ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് സർക്കാർ ചെയ്ത കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓൺലൈൻ ഗെയിമുകളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ എടുത്ത എല്ലാ നടപടികൾക്കും മദ്രാസ് ഹൈക്കോടതിയും എല്ലാവിധ പിന്തുണയും നൽകിയിരിക്കുകയാണ്.
ആധാർ കാർഡുമായി ബന്ധിപ്പിക്കാതെയും അർദ്ധരാത്രിക്ക് ശേഷവും ഓൺലൈൻ ഗെയിമുകൾ കളിക്കരുതെന്ന തമിഴ്നാട് സർക്കാർ നിബന്ധനകൾക്ക് മദ്രാസ് ഹൈക്കോടതി അനുമതി നൽകിക്കഴിഞ്ഞു. സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ നിബന്ധനകൾ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഓൺലൈൻ ഗെയിമിംഗ് കമ്പനികൾ നൽകിയ ഹർജികൾ കോടതി തള്ളുകയും ചെയ്തു. ഓൺലൈൻ റമ്മി അടക്കം പണമിടപാടുകൾ ഉൾപ്പെടുന്ന റിയൽ മണി ഗെയിമുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ തമിഴ്നാട് ഓൺലൈൻ ഗെയിമിംഗ് അതോറിറ്റിക്ക് അധികാരം നൽകുന്നതിനെയും ഗെയിമുകൾ കളിക്കുവാൻ പ്രായപരിധി നിശ്ചയിക്കുന്നതിനെയും കമ്പനികൾ എതിർത്തു. എന്നാൽ ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂൾ പ്രകാരം ജനങ്ങളുടെ ആരോഗ്യവും സംസ്ഥാനത്തെ വ്യാപാര വാണിജ്യ കാര്യങ്ങളും സംബന്ധിച്ച് നിയമനിർമ്മാണം നടത്തുവാൻ നിയമസഭകൾക്ക് അധികാരമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. ഓൺലൈൻ റമ്മികളി അടക്കമുള്ളവ തമിഴ്നാട്ടിൽ ജനങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ഹാനികരമായി മാറിയിട്ടുള്ളതായി കോടതി നിരീക്ഷിച്ചു. ഇത് സംബന്ധിച്ച് പഠനം നടത്തിയ വിദഗ്ധ സമിതികളും പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമകളായതിനെ തുടർന്ന് 2019 മുതൽ 2024 വരെ 47 പേർ തമിഴ്നാട്ടിൽ ആത്മഹത്യ ചെയ്തതായി തമിഴ്നാട് പോലീസും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. വളരെ ആശങ്കാജനകമായ ഒരു അവസ്ഥയാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത്. ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളാകുന്നതിലും 100 മടങ്ങ് ഡിജിറ്റൽ അഡിക്ഷന് കുട്ടികൾ അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തര പ്രാധാന്യം നൽകി പഠനം നടത്തി ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കണം. ഓൺലൈൻ ഗെയിമുകൾക്കും ഇവിടെ നിയന്ത്രണം കൊണ്ടുവരണം. അതുപോലെ തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയതടക്കമുള്ള നിയന്ത്രണങ്ങളും ഇവിടെയും ആലോചിക്കാവുന്നതാണ്. കുട്ടികളുടെ ഓൺലൈൻ അഡിക്ഷൻ മൂലം ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കൾക്ക് ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.